ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന ചിന്തകളെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. പലപ്പോഴും നമുക്ക് പറ്റാത്ത ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന ചിന്തകളെ നിയന്ത്രിക്കുക എന്നുള്ളത്. നമ്മൾ മറക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, ആ വ്യക്തികളുടേതായിട്ടുള്ള ഓർമ്മകൾ, അതുപോലെ തന്നെ നമ്മുടെ പാസ്റ്റിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ മറക്കുവാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും നമ്മുടെ ഓർമ്മയിലേക്ക് അത് ചിന്തകളായിട്ടും ഇമേജുകളായിട്ടും വന്നുകൊണ്ടേയിരിക്കും. തൽഫലമായി അതിൻ്റെതായിട്ടുള്ള ഒരു ഫീലിങ്സിലേക്ക് നമ്മൾ പോവുകയും വീണ്ടും ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു മൊമെന്റിലേക്ക്, ഒരു കുഴിയിലേക്ക് നമ്മൾ ചെന്ന് വീഴുകയും ചെയ്യും. അതിലൂടെ നമ്മുടെ വർക്കിനോടുള്ള ഒരു ഫോക്കസ് നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഫാമിലിയിൽ നമുക്ക് നല്ല രീതിയിൽ ഇടപെടാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ ഓരോ ദിവസവും ഇങ്ങനെ സ്പോയിൽ ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഓർമ്മകളിൽ നിന്നും ഈ സാഹചര്യങ്ങളുടേതായിട്ടുള്ള ആ ചിന്തകളിൽ നിന്നുമൊക്കെ നമുക്ക് രക്ഷപ്പെടണ്ടേ? അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ബ്രെയിനുമായിട്ടൊരു മത്സരത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും വിജയിക്കുവാൻ പോകുന്നില്ല. അതായത് ഇന്ന കാര്യം നമ്മൾ ചെയ്യരുത്, അല്ലെങ്കിൽ ഓർക്കരുത്, അല്ലെങ്കിൽ പറയരുത് എന്നുള്ള രീതിയിൽ മനസ്സിനെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ മനസ്സ് അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, കുരങ്ങനെ ഓർക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ എന്താണ് കടന്നുപോയത്? കുരങ്ങനെക്കുറിച്ചുള്ള ഇമേജും കുരങ്ങനെക്കുറിച്ചുള്ള ചിന്തകളും. കുരങ്ങനെ ഓർക്കരുത് എന്നാണ് പറഞ്ഞത്. അവിടെ ഓർക്കണമോ ഓർക്കണ്ടായോ എന്നുള്ളതിന് പ്രസക്തിയില്ല. കുരങ്ങൻ എന്ന് പറയുന്ന ഒരു ഇമേജ് ആണ് നമ്മുടെ മനസ്സിലേക്ക് വന്നത്, അല്ലെ? കുരങ്ങൻ കഴിഞ്ഞതിന് ശേഷം ഓർക്കുക അല്ലെങ്കിൽ ഓർക്കാതിരിക്കുക. പക്ഷെ ഇത് രണ്ടുമല്ല അവിടെ പ്രസക്തമായിട്ട് വന്നിട്ടുള്ളത്, കുരങ്ങന്റെ ഇമേജ് ആണ്. അപ്പോൾ നമ്മുടെ മനസ്സ് ഇങ്ങനെയാണ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടേതായിട്ടുള്ള ഇമേജസും ഫീലിങ്സും നമ്മുടെ മനസ്സിങ്ങനെ ഏറ്റെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന ആളെ ഓർക്കരുത്, ഇന്ന ഓർമ്മകൾ എന്നിലേക്ക് വരരുത്, ഇന്ന സാഹചര്യങ്ങളുടേതായിട്ടുള്ള ചിന്തകൾ എന്നിലേക്ക് വരരുത് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഡിസിഷൻസ് എടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നതിന്റെ കാരണം ഇത് തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് വേണ്ടത്? മൈൻഡിനെ കൺട്രോൾ ചെയ്യുകയല്ല വേണ്ടത്, മൈൻഡിനെ നമ്മളൊരു അവയർനെസ് ആയിട്ടുള്ള ഒരു മോഡിൽ ഒബ്സർവ് ചെയ്യുകയാണ് വേണ്ടത്. അത് നമുക്ക് ഈ സാക്ഷി മനോഭാവം എന്ന് പറയുവാൻ കഴിയും. കൃത്യമായി പറയുകയാണെങ്കിൽ, നമ്മൾ സ്വസ്ഥമായി ഒന്നിരുന്നതിന് ശേഷം കണ്ണുകൾ അടയ്ക്കുന്നു. അതിനുശേഷം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളെ നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്യുകയാണ്, ഒരു സാക്ഷി മനോഭാവത്തോടെ. എന്ത് ചിന്തകളാണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് നിരീക്ഷിക്കുന്നു. അപ്പോൾ പഴയ ഏതെങ്കിലുമൊക്കെ ചിന്തകളായിരിക്കാം, നമ്മൾ സ്കൂളിൽ പഠിച്ച കാലത്തെ ഏതെങ്കിലും ചിന്തയായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഈ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള ഓർമ്മകളായിരിക്കാം, ഇനി പാസ്റ്റിനെ കുറിച്ചുള്ള ഉത്കണ്ഠകളോ മറ്റുമൊക്കെ ആയിരിക്കാം, ഫീലിങ്സ് ആയിട്ടൊക്കെ വന്നു ചേരാം. അപ്പോൾ അതിനെയെല്ലാം നല്ല രീതിയിൽ നമ്മൾ ഓരോന്നോരോന്നായിട്ട് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. എന്താണ് നമ്മുടെ ബ്രെയിനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് നമ്മുടെ മനസ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെ ഒരു സാക്ഷി മനോഭാവത്തിൽ നിരീക്ഷിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇതിപ്പം ബുദ്ധന്റെ വിപാസന ധ്യാനത്തിലും ഇത് തന്നെയാണ് പറയുന്നത്, സാക്ഷി മനോഭാവം. അതിപ്പോൾ നമ്മുടെ ജീവൻ, അതായത് നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്യുവറായിട്ടുള്ള ഒരു മെഡിറ്റേഷനാണ് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ളത്, വിപാസന ധ്യാനം. അപ്പൊ അതുപോലെ തന്നെ ഒരു മെത്തേഡാണ് ഇത്. നമ്മളിവിടെ ചിന്തകളെയാണ് നിരീക്ഷിക്കുന്നത്. എന്ത് ചിന്തകളാണ് നമ്മുടെ ബ്രെയിനിലേക്ക് വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്, അതിനെ ഇങ്ങനെ നിരീക്ഷിച്ച് വരുമ്പോൾ ഒരു അവയർനെസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരിക്കലും നമ്മൾ അതിനെ അവിടെ നിയന്ത്രിക്കുന്നില്ല, മൈൻഡിനെ ഒരു രീതിയിലും കൺട്രോൾ ചെയ്യുന്നില്ല. പിന്നെയോ അലൗ ചെയ്യുകയാണ്. എന്താണോ വരുന്നത് അതിനെ അലൗ ചെയ്യുകയാണ്. പിന്നെന്ത് ചെയ്യുകയാണ്? അതിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഈ മൈൻഡിൽ ഈ ചിന്തകളുടേതായിട്ടുള്ള തിരമാലകൾ ഇങ്ങനെ കുറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇത് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് അങ്ങ് സക്സസ്ഫുൾ ആക്കാൻ കഴിയില്ല. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ അതിനുവേണ്ടി ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ചിന്തകളുടേതായിട്ടുള്ള തിരമാലകളെ നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയും. എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? അവയർനെസ്സിലൂടെ, ഒബ്സർവ് ചെയ്യുന്നതിലൂടെ നമ്മൾ ആ ചിന്തകളെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിലൂടെ തന്നെ നമുക്ക് അതിൽ നിന്നുണ്ടാകുന്ന ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ സ്ട്രെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ അതിജീവിക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ എന്താണോ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, ആ അലട്ടുന്ന ചിന്തകൾ, ആ ചിന്തകളിലൂടെയാണ് മാനസികമായ തലത്തിലും നമ്മൾ ആകെ പെട്ടുപോകുന്നത്. ശാരീരികമായിട്ടുള്ള അവസ്ഥയിലും നമുക്കൊരു ഉന്മേഷമില്ലാതെ വരുന്നതും ഈ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ചിന്തകളെ ഒബ്സർവ് ചെയ്ത് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നു മുതൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായിട്ടും നമുക്കിതിലൂടെ വിജയം കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലസ് യു ഓൾ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നമ്മുടെ സെൽഫ് മാസ്റ്ററി കോച്ചിങ്ങിൽ പങ്കെടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 21 ഡേയ്സിലേക്കുള്ള നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനായി ശ്രമിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഗോഡ് ബ്ലസ് യു ഓൾ.